ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും എന്താണ് ഒരു ഓൺ വോയിസ് വീഡിയോ എന്ന്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു ജേണൽ ബുക്കാട്ടോ. ഇതിലിപ്പോൾ ഒരു 4-5 ജേണൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി ഇനി ഒരു ജേണൽ ബുക്ക് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നും ഒരു ജേണൽ തന്നെയാണ്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ജേണൽ ചെയ്യാം. ഒരു തീം വൈസ് ആയിട്ടുള്ളൊരു ജേണലാട്ടോ. ഇതിലുള്ളത് 2 തീമാണ്, റെഡ് തീമും പിന്നെ ഒരു സ്ട്രോബെറി തീമും. ഞാൻ കവായി സ്റ്റിക്കേഴ്സ് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അത് വന്ന് തന്നെ ഞാൻ നോട്ടിട്ട് വെച്ചതാട്ടോ ഈ ഒരു സ്റ്റിക്കർ ഷീറ്റിനെ. അത് ഫുള്ളി റെഡ് തീമായിരുന്നു. പിന്നെ സ്ട്രോബെറീസ് ആണെങ്കിൽ നിറച്ചുണ്ടായിരുന്നു. സ്ട്രോബെറീസും ചെറീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇതുകൊണ്ടൊരു ജേണൽ ചെയ്യണമെന്ന്. പക്ഷേ ഇതുകൊണ്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൊണ്ടും ഞാൻ ജേണൽ ചെയ്തു കേട്ടോ. ഇതുകൊണ്ട് ചെയ്യണേ ഇപ്പോഴാണ്. പിന്നെ കണ്ടില്ലേ, ഇതായത് സ്ട്രോബെറി പറഞ്ഞിട്ട് ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ. അതും ഞാൻ ഒട്ടിച്ചു, കാരണം ഇതൊരു സ്ട്രോബെറി തീമാണെന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ആ സ്ട്രോബെറി, ആ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടീനെ. പിന്നെ ഇത് ഏതാ ഭാഷയെന്ന് എന്നോട് ആരും ചോദിക്കണ്ട, ഇതെനിക്കറിയില്ല. അതിൽ നല്ല ഭംഗിയുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തൊട്ടിച്ചതാട്ടോ. പിന്നെ ഇതിനോട് ചേർന്ന വല്ല വേർഡ്സും ചിലപ്പോൾ സ്ട്രോബെറി തന്നെയാവും കേട്ടോ. പിന്നെ ഒരു ക്യൂട്ട് ഐസ്ക്രീമും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ സ്ട്രോബെറി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചപ്പോൾ തന്നെ ഇത് നിറഞ്ഞു. ഇനി ഞാൻ ആ ഷീറ്റിൽ സ്ട്രോബെറി ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് അതിലുള്ള ഒരു വലിയ സ്ട്രോബെറി, 2 വലിയ സ്ട്രോബെറി ഉണ്ടായിരുന്നു. ബട്ട് അതിൽ ഒന്ന് ഞാനെടുത്ത് ഇവിടെ സൈഡിലാണ് ഒട്ടിച്ചു കൊടുത്തു. അവിടെ ഭയങ്കര ബ്ലാങ്ക് ആയി കിടക്കണ പോലെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഈ ഒരു ബുക്കിന് ഞാൻ മേടിക്കുമ്പോഴുണ്ടായിരുന്ന പ്രൈസ് 70 റുപ്പീസാണ് കേട്ടോ. നല്ല വിലക്കുറവിലാണ് എനിക്ക് ഈ ഒരു ഡയറി കിട്ടിയത്. ഇപ്പോൾ ലൈൻസൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൈറ്റിങ്സും കൂടി എഴുതണം. അതിന് മുന്നേ ലൈൻസ് ഒന്ന് ഡാർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ലൈൻസൊക്കെ ഡാർക്ക് ചെയ്തു. ഞാൻ പെണ്ണുകൊണ്ടാണ് ഡാർക്ക് ചെയ്തത്. CD മാർക്കർ കൊണ്ട് ഇതിൽ ഡാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻസ് ഡാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കൊള്ളാവുമെന്ന് എനിക്കറിയാം. അപ്പുറത്തേക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു CD മാർക്കറാകുമ്പോൾ. പിന്നെ ഞാൻ കൂടുതലും റൈറ്റിങ്സൊക്കെ നമ്മുടെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് തന്നെയാണ് എഴുതാറ്. പിന്നെ നിങ്ങളുടെ ഈ കവായി സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജേണൽ ഒരിക്കലും ചെയ്യാണ്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് കവായി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പ്രിൻ്റബിൾ ആയിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് മറ്റേ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി, സ്റ്റിക്കർ ടൈപ്പിൽ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതുമല്ല, ഹോം മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫുള്ളി ഷോർട്ട്സാണ് ഇടാറുള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എഴുതിയിട്ട്. പിന്നെ ചില ചാനലുകളൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇതൊന്ന് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നീനു ഷാജി, കടിൽ ക്ലൗഡ്, എസ്തറ്റിക് കുട്ടി, ഇനിയും കുറേ ചാനലുകളുണ്ട്. എല്ലാ പേരും എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൂടുതലും കാണുന്ന ചാനൽസ് ആട്ടോ ഇത്. അവരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ കുറേ എന്തായാലും ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഫ്ലോപ്പ് ആവും, പക്ഷേ ചെറുതായിട്ടൊക്കെ ശരിയാവും ചെയ്യും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിൽ കാണും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ജേണൽ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ വേണം. ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കോട്ട്സാണ്. കോട്ട്സ് എഴുതുമ്പോൾ അതിനായിട്ട് നല്ല സ്യൂട്ടാവുന്ന കോട്ട്സ് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. മീനിങ് ഫുൾ ആയിട്ടുള്ള കോട്ട്സ് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി വരും. പിന്നെ കുറച്ചും കൂടി തിക്കി നിറഞ്ഞ് എഴുതുമ്പോൾ അതിലും കൂടുതൽ ഭംഗി വരും. ഇപ്പോൾ ഞാൻ കുറച്ച് ലൈൻസൊക്കെ ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. എനിക്കെന്തായാലും ഈ ജേണൽ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് ചാനൽസ് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഞാനും ചാനലൊക്കെ ആരംഭിച്ചത്. കടിൽ ക്ലൗഡ്, നീനു ഷാജി, പിന്നെ എസ്തറ്റിക് കുട്ടി എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ. അങ്ങനെ കുറേ പേരുണ്ട്. എനിക്ക് അവരുടെ എല്ലാവരുടെയും വീഡിയോ നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും എടുത്ത് പറയുന്ന കുറേ അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. എന്തായാലും കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ലോങ് വീഡിയോ പോലും ചെയ്തിട്ടില്ല, ഫുൾ ഷോർട്ട് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഇനി നിങ്ങൾക്ക് ഹോം മെയ്ഡ് സ്റ്റിക്കർ മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കതൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ജേണൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജേണൽ നമുക്ക് നല്ല വൈപ്പാക്കി സെറ്റാക്കി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ജേണൽ മാത്രം പോരാ, നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസും കൂടി കാണണം നമ്മുടെ ചാനലിൽ. ലോങ് വീഡിയോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്യുന്ന ജേർണലിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും, നമുക്കൊന്ന് വായിച്ചിരിക്കാമല്ലോ. അങ്ങനെ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു ജേർണൽ കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.